അപ്പോൾ എൻ്റെ ബിഗിനേഴ്സ് കുക്കിംഗ് റെസിപ്പി വീഡിയോസിൻ്റെ ലിസ്റ്റിൽ ഒരു റെസിപ്പി വീഡിയോ കൂടെ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. നിങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ലിജോ ലോലപ്പൻ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പണ്ട് കാലത്ത് ഞാൻ ഈ ദുബായിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഇഫ്താറിനൊക്കെ നമ്മൾ റംദാൻ ടൈമിങ്ങിലൊക്കെ ഇഫ്താറിന് ഫാസ്റ്റ് തുറക്കുന്ന സമയത്താണ് ഇത് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. 1-2 വീടുകളിലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു ഡിഷായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇപ്പോഴും ആൾക്കാർ കഴിക്കാറുണ്ടോ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത്. യെസ്, ഇപ്പോഴും കുറച്ച് പേരൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ നോ ഷുഗറാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഷുഗറിന് പകരം ഞാൻ ജാഗരി ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പഴം നല്ലപോലെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കാറില്ല. സോ ഈ വാഴയ്ക്ക എന്ന് പറയുന്നത് മലബാറിലാണ് കുറച്ചും കൂടിയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് പുതിയതാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തിയും ഭയങ്കര ടേസ്റ്റിയും നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ആ പൊട്ടാഷ്യം ആൻഡ് പ്രോട്ടീൻ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഡിഷാണിത്. പാൽവയ്ക്കയും പാഴ്വാഴയ്ക്കയും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ പഴം പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഴം നല്ലപോലെ പഴുക്കണം. അതുപോലെ ഈ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തത് വേണം എടുക്കാൻ. നമ്മൾ ഈ ചങ്കിൽ വാങ്ങിക്കുമ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് നല്ലോണം ബ്ലാക്ക് ആകുമ്പോൾ നമ്മളെടുത്ത് കളയല്ലേ ചെയ്യുക. എന്നാൽ അത് വെച്ച് നല്ല അടിപൊളി ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഓൾറെഡി അറിയാവുന്നുണ്ടാവും. സ്പെഷ്യലി നമ്മുടെ നോമ്പ് തുറക്കൊക്കെ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയുമായിരിക്കും. പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സാബുനരി അഥവാ സാഗോ ഒരു ചെറിയ സാഗോ മതി, വലുത് വേണ്ട. ചെറിയ സാഗോ എടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ നല്ലോണം പിഴിഞ്ഞെടുത്ത് പാല് വേണം. 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഏലക്കാപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടുന്നത് കാഷ്യൂ ആൻഡ് മുന്തിരി, ഉണക്കമുന്തിരി. ഓക്കെ, അപ്പോൾ പഴം നല്ലപോലെ പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ആ ടേസ്റ്റും ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ കുറേ പഞ്ചസാര ഇടേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് അത്ര പഞ്ചസാര വേണ്ട. ഇതിൻ്റെ നാച്ചുറൽ സ്വീറ്റ്നെസ് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നോളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ഫിറ്റ്നസ്സും ഡയറ്റൊക്കെ നോക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് സാബുനരി ഞാൻ എടുത്തിട്ട് ഇതിനകത്തോട്ട് തിളപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാഗോ എപ്പോഴും നമ്മൾ തിളപ്പിക്കുമ്പം അത് അടി പിടിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ. കാരണം ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പോവും അടിയിൽ. അപ്പോൾ അങ്ങനെ ഒട്ടുമ്പോൾ അതിനകത്ത് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ബോയിൽ ചെയ്യുന്ന വെള്ളം നല്ല പോലെ അത് തിളച്ച് വരും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിക്കാൻ നമുക്ക് മനസ്സിലാവും. ഒരു ജെല്ലി, അങ്ങനെ ഒരു സ്റ്റിക്കി ജെല്ലി കൺസിസ്റ്റൻസി വരും നമ്മളിതൊന്ന് തിളപ്പിക്കുമ്പോൾ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുവരെ വേസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പഴം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് സാഗോ യൂസ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരിക. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു ജെല്ലി പോലെ ഇങ്ങനെ ഗ്ലൂന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ മാറ്റാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു 3-4 എണ്ണം ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതൊരു ബോൾ പോലെയാവും. കഴിക്കാൻ നല്ല ഫണ്ണാണ്, പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റിയിൽ അത് അങ്ങനെ ഇരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ വിടാതെ ഇങ്ങനെ നോക്കുക. കുറച്ചും കൂടി ആ വെള്ളം വറ്റി വരുമ്പോഴത്തേനും നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കളർ കിട്ടും. അപ്പോഴാണ് നമ്മൾ പഴം ചേർക്കേണ്ടത്. പഴം ഞാൻ അരച്ചെടുത്ത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബിഗിനേഴ്സ് കുക്കിംഗ് റെസിപ്പി വീഡിയോസിൻ്റെ ലിസ്റ്റിൽ ഒരു റെസിപ്പി വീഡിയോ കൂടെ. നിങ്ങൾക്കറിയാലോ, എല്ലാം ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. റൈറ്റ് ഫ്രം എന്തെടുത്തു കഴിഞ്ഞാലും
കോവയ്ക്ക മുതൽ ഓട്സ് മുതൽ പാലക് പനീരായാലും അല്ലെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായ ആയാലും എന്തായാലും. അപ്പം അതുപോലത്തെ ഒരു സിമ്പിൾ സാധനം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമോൺ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്ക്, കണ്ട ഇങ്ങനെ അങ്ങ് വരുന്നതുണ്ട്, ഇങ്ങനെ ഒട്ടി 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 ജെല്ലി പോലെ. ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ പഴം ചേർക്കാൻ പോണത് കേട്ടോ. നല്ലോണം പഴുത്ത് അരഞ്ഞ് പഴം ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഞാനങ്ങനെ ഫുള്ളും അങ്ങനെ അരച്ചെടുത്തില്ല, കുറച്ചൊന്ന് കടിക്കാനൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്താണ് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം ഇതായിരിക്കും ഇതിൻ്റെ ഒരു രൂപം. ഓക്കെ, ഇത് നമുക്ക് സ്നാക്ക്, പുഡിംഗ്, പായസം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഒരുപാട് ഏലക്കയുടെ ഫ്ലേവർ വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഏലക്കയുടെ ഫ്ലേവർ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അതിനെ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കണം. അപ്പോൾ ഏലക്ക ഇട്ടു, നമ്മൾ കുറച്ചും കൂടി അങ്ങ് ഇളക്കി കൊടുത്തിട്ട് പിന്നെയാണ് ഇനി എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ജാഗ്രി പൗഡർ ഇടാനാണ് എനിക്കിഷ്ടം. ഇവിടെ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്, നിങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ചാനൽ ഇതിനു മുമ്പ് ഒരു ഓണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇന്ന് എൻ്റെ ഈ പരീക്ഷണം ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയാണ്. അധികം വൈകാതെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഹീസ് ഗോൺ ടു ബി ബാക്ക്. പാവം എന്താവും എന്തോ ഇതൊക്കെ കഴിച്ചിട്ട്. എന്തായാലും നമ്മുടെ ഡിഷ് അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ സ്വീറ്റ്നെസ് ആയിരിക്കും. പിന്നെ ആ ഒരു സാബുനരി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കടിക്കുമ്പോഴൊരു ചോക്ലേറ്റി ഫീലിംഗ് കിട്ടും, ഒരു കടിക്കുന്നൊരു ഫീലിംഗ് കിട്ടുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് മധുരം പക്ഷേ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനാണ് ബെസ്റ്റ് പഴുത്ത പഴവും ജാഗരി പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മറ്റേ കുങ്കുമപ്പൂ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ അത്ര അങ്ങോട്ട് ഓവറാക്കണ്ട കേട്ടോ. കാരണം ഇതിപ്പം റംദാനൊക്കെ വരികയാണ്, നോമ്പ് മുറിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ ജാഗരി പൗഡറും ഒഴിവാക്കൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ. ബിക്കോസ് ബാക്കി എല്ലാം ഐറ്റംസ് അത്യാവശ്യം കാലറീസ് ഉള്ളതാണ്, ബട്ട് ഹെൽത്തി. ഓക്കെ, സോ അങ്ങനെ വി ആർ ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ ലാസ്റ്റ് നമ്മൾ രണ്ടാം പാലും കൂടെ നമ്മളൊന്ന് ഇട്ടേക്കാം, എന്നാൽ പിന്നെ ഇച്ചിരിയും കൂടെ ഒരു ലൂസ് ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഇച്ചിരി രണ്ടാം പാലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നെയ്യിൽ നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുത്തിട്ട് ഇതിനകത്തോട്ടിട്ട സംഭവം റെഡി. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു സ്പൂൺ നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ ജാഗരി പൗഡർ ഞാൻ ഇട്ടപ്പോഴത്തേക്കും ഈ കളറായിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ജാഗരി പൗഡർ ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും ഒരു സ്വീറ്റ് ക്രേവിങ് വരുമ്പോൾ ഉപയോഗിക്കും. പക്ഷെ ഇന്ന് ഞാനത് ഇട്ടിട്ടുണ്ട്. സോ ഇത് നമുക്ക് ബോളിലോട്ട് മാറ്റി നമ്മുടെ ടെസ്റ്ററിനെ അതുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അപ്പോൾ ലെറ്റ് മീ കോൾ ഓൺ സ്റ്റേജ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ലിജോ ലോലപ്പ. വാ 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 മോനെ, വാ വാ വാ. ചേച്ചി സ്നേഹത്തോടെ വിളിച്ച് തരാന്ന് വെച്ചത്. നല്ല മണം. ശരിക്കും ഞാൻ അപ്പുറത്തോടെ പോയപ്പോഴേ നല്ല മണം ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ? മണം മാത്രല്ല എന്ന് പറയുന്ന വിശേഷം. ബൈ ദ വേ, ഈ മധുരത്തിന് ഓരോ കാരണം കൂടിയുണ്ട്. എടുക്കലേ വെയിറ്റ്. അതായത് നമ്മൾ നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അല്പം മധുരമായിക്കോട്ടെ എന്ന് നമ്മൾ പറയില്ലേ. സന്തോഷത്തോടെ ഒരു വാർത്ത ലിജോന്റെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച എൻ്റെ മനസ്സ്. കാരണം ലിജോ അഭിനയിച്ച ആപ് കൈസേ ഹോ പടം റിലീസ് ചെയ്യാൻ പോവാണ്. ലിജോനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത്, അതിനു മുമ്പ് ലിജോന്റെ ഫസ്റ്റ് പടം റിലീസ് ചെയ്തപ്പം നമ്മളൊരു ഈ പ്രൊമോഷൻ ഷൂട്ട് ചെയ്യാറ്.
ആ സമയത്ത് ഞാൻ ലിജോന്റെ മുഖം കണ്ടായിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു 10-12 ലോകങ്ങൾ ഒരുമിച്ച് കണ്ട പോലെ ആളുടെ കണ്ണിങ്ങനെയായിരുന്നു. ഞാനിപ്പം എന്നെ തന്നെ ഒരു വലിയ സ്ക്രീനിൽ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിളങ്ങിയ കണ്ണുകൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചാണ് ഇതിവിടെ നിർത്തരുത്, ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പം നിങ്ങൾ അത്യാവശ്യം കുറേ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കണ്ടാണ് ഈ സമയത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്? ജീവയുണ്ട്, അതേപോലെ ധ്യാൻ ശ്രീനിവാസൻ, മെയിൻ രമേഷ് വിശാഖ് ഉണ്ട്, പിന്നെ ശ്രീനിവാസൻ ചേട്ടനുണ്ട്. കോമഡി അല്ലേ? കോമഡി ധ്യാൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ഒരു ഒറ്റ ദിവസം നടക്കുന്ന കഥയാണ്. ആക്ച്വലി ഇതിന്റെ നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാനും കിഡിലനാട്ടോ. നല്ലൊരു ഇത് ആക്ച്വലി നമ്മൾ നാട്ടിലെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇത് പഴം കട്ട് പീസായിട്ട് തന്നെ എടുക്കും. ഇതിനകത്ത് കുറച്ച് കട്ടും കുറച്ച് മഷിയൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഒരു വേറൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. വാ നിധി, വാ ഒരു വായിടും. ഇല്ല മാറി വാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. പിള്ളേർക്കും വീട്ടിലുള്ള എല്ലാവർക്കും, പിള്ളേർക്കൊക്കെ എന്താ നേന്ത്രപ്പഴം കുത്തി കയറ്റണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് വഴി. സത്യം എന്റെ വീട്ടിലിപ്പോ നേന്ത്രപ്പഴം കുത്തി കയറ്റാം, അതിനും നല്ലത് ഇതാ. ഈ നേന്ത്രപ്പഴം നെയ്യിലൊക്കെ വാട്ടി കൊടുക്കൂലേ, അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഈ സാബുനരിയും ഇതും കൂടെ ഇട്ടാൽ മതി. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ സംഭവം പൊളിക്കും. അപ്പോൾ ട്രൈ ദിസ് അറ്റ് ഹോം ആൻഡ് ലെറ്റ് മീ നോ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത ഐറ്റമിൽ അടുത്ത ടെസ്റ്ററുമായി, അടുത്ത ടെസ്റ്ററുമായി ഇതേ ടെസ്റ്റർ വേറെ ടെസ്റ്റിംഗ് റിസൾട്ടുമായി അപ്പം വേറൊരു ഐറ്റവുമായി ഈസി റെസിപ്പി ഫോർ ബിഗിനേഴ്സുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ബൈ ബൈ.